തിരികെ വാർത്തകളിലേക്ക്. എയ്ഡഡ് അധ്യാപക നിയമനത്തിനെതിരെ ഹൈക്കോടതി. സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂൾ അധ്യാപകരെ നിയമിക്കുന്നത് ഏത് മാനദണ്ഡത്തിലാണെന്ന് ഹൈക്കോടതി ചോദിച്ചു. ടീച്ചർ നിയമനത്തിൽ നെക്സസ് എന്നും കോടതിയുടെ വിമർശനം. എയ്ഡഡ് സ്കൂൾ നിയമനം സുതാര്യമാക്കാൻ എന്തൊക്കെ നടപടികൾ വേണമെന്ന് ഒരാഴ്ചക്കകം സർക്കാർ അറിയിക്കണമെന്നും കോടതി വ്യക്തമാക്കുന്നു. ബിനിൽ ചേർന്ന വിവരങ്ങളുമായി. ബിനിൽ, ഇത് ഈ കാലാകാലങ്ങളായി ഉള്ള സംഭവമാണല്ലോ എയ്ഡഡ് അധ്യാപക നിയമനം. അതെങ്ങനെയാണ് നടക്കുന്നത്? ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് മാത്രമല്ല, ഈ നാട്ടിലെ കോടതികൾക്കും എല്ലാം അറിയുന്നതാണ്. എയ്ഡഡ് അധ്യാപക നിയമനത്തിന്റെ ഭാഗമായി സ്കൂളുകൾ ഏത് നിലയിലാണ് കോഴപ്പണം കൈപ്പറ്റുന്നത്, ഏത് നിലയിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്, അതിന്റെ സുതാര്യത എന്താണ്? ഇപ്പോൾ കോടതി ഇങ്ങനെ ഒരു ചോദ്യം, ഗൗരവമുള്ള ചോദ്യം ഉന്നയിക്കാനുള്ള സാഹചര്യം എന്താണ്? ഈ ചോദ്യം ഉന്നയിക്കാനുള്ള സാഹചര്യം പരിശോധിച്ചാൽ സംസ്ഥാനത്തെ തന്നെ എയ്ഡഡ് സ്കൂളുകളിലെ 10 അധ്യാപകർ അവരുടെ പങ്കാളിത്ത പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു ഹർജിയുമായി കോടതിയിൽ എത്തുകയായിരുന്നു. അപ്പോഴാണ് കോടതി ഈ എയ്ഡഡ് നിയമനം എങ്ങനെയാണ് ഇവരെ നിയമിക്കുന്നത്, എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചത്. നമുക്കറിയാം, നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ PSC പരീക്ഷ നടത്തി റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് ആ റാങ്ക് പട്ടികയിൽ ഏറ്റവും ഉന്നത റാങ്കുകളിലെത്തുന്നവരാണ് അധ്യാപകരായിട്ട് വരുന്നത്. ഇവിടെ സ്വകാര്യ എയ്ഡഡ് സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിയമനങ്ങൾ പൂർണ്ണമായും മാനേജ്മെന്റിന്റെ കയ്യിലാണുള്ളത്. അതായത് മാനേജറുടെ അധികാരമാണ്. അതാണ് ഹൈക്കോടതി ഇപ്പോൾ ചോദിക്കുന്നത്. എന്ത് അടിസ്ഥാനത്തിലാണ്, എന്ത് സെലക്ഷൻ പ്രോസസ്സാണ് നിങ്ങൾ ഈ അധ്യാപക നിയമനത്തിലൊക്കെ തന്നെ നടത്തുന്നത് എന്നതാണ് കോടതി ഉന്നയിക്കുന്ന ഒരു ചോദ്യം. അതോടൊപ്പം അല്പം കടന്നുകൊണ്ട് തന്നെ കോടതി പറയുന്നത്, ആ ഉത്തരവിന്റെ ഭാഗമായി തന്നെ കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇവിടെ ഒരു നെക്സസ് പ്രവർത്തിക്കുന്നുണ്ട്, ഒരു വലിയ നെക്സസ് ഉണ്ട് എന്നാണ് കോടതി പറയുന്നത്. ഈ സ്കൂൾ മാനേജ്മെന്റുകളും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിലെ അധികൃതരുമായി ബന്ധപ്പെട്ട്. കാരണം ഈ മാനേജർമാർ ഒരു സെലക്ഷൻ പ്രോസസ്സും ഇല്ലാതെ അധ്യാപകരെ തെരഞ്ഞെടുക്കുന്നു. ആ അധ്യാപകരുടെ തെരഞ്ഞെടുപ്പ്, അവരുടെ നിയമനം സർക്കാർ അംഗീകരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എങ്ങനെയാണ് ഇവിടെ ഈ നിയമനങ്ങൾ നടക്കുന്നത് എന്നതാണ് കോടതിക്ക് അറിയേണ്ടത്. ഒരു മെറിറ്റും ഇല്ലാതെയാണ് ഈ നിയമനങ്ങൾ നടക്കുന്നതെന്ന് കോടതി പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ട് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് സംസ്ഥാനത്തെ എയ്ഡഡ് മാനേജ്മെന്റുകളിലെ അധ്യാപക നിയമനത്തിൽ അത് എങ്ങനെ സുതാര്യമാക്കാമെന്നത് സംബന്ധിച്ച ഒരാഴ്ചക്കകം സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 13-ാം തീയതിയാണ് ഉത്തരവ്, അതായത് ഇന്നലെയാണ് ഉത്തരവ് വരുന്നത്. 20-ാം തീയതിക്കകം ആ സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിക്കണം. അല്ലാത്ത പക്ഷം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് നേരിട്ട് ഹാജരാകാനാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോടതിക്ക് അറിയേണ്ടത് നിലവിലെ നിയമന രീതി എങ്ങനെ, മാനേജർമാർക്കുള്ള അധികാരങ്ങൾ, സർക്കാരിന് ഇതിൽ എന്തെങ്കിലും സേ ഉണ്ടോ, അതായത് സർക്കാരിന് ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയുമോ, അധികാരങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കണം. അതോടൊപ്പം തന്നെ എങ്ങനെയായിരിക്കണം ഭാവിയിൽ ഈ എയ്ഡഡ് നിയമനങ്ങൾ സുതാര്യമാക്കുക, അതായത് ഒരു സെലക്ഷൻ പ്രോസസ്സ് കൊണ്ടുവരുന്നത് എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച് സർക്കാർ വിശദീകരിക്കേണ്ടി വരും. അതായത് ഈ ഹൈക്കോടതിയുടെ ഉത്തരവിൽ തന്നെ വലിയ വിമർശനങ്ങളാണുള്ളത്. ഇവിടെ ഒരു വലിയ നെക്സസ് ഉണ്ട് എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നതോടുകൂടി തന്നെ വിദ്യാഭ്യാസ വകുപ്പ് കൂടി ഇതിൽ മറുപടി പറയേണ്ട വിഷയമായി ഗൗരവമുള്ള ഒരു വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത്. പക്ഷേ